കേരളത്തിലെ ഒരു സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ച ഒരു ബാലൻ. തൻ്റെ 5-ാം വയസ്സിൽ തുടങ്ങിയ ക്രിക്കറ്റിനോടുള്ള പ്രണയം. വർഷങ്ങളോളം ക്രിക്കറ്റ് കളിച്ചു. പക്ഷെ അതിനിടയിൽ ഒരുപാട് ക്രിറ്റിസിസത്തെ ഫേസ് ചെയ്തു. ഇന്ത്യൻ ടീമിൽ എത്തിയിട്ട് പോലും ബെഞ്ചിലിരിക്കേണ്ടി വന്ന അവസ്ഥ. പലപ്പോഴും തനിക്ക് ലഭിക്കേണ്ടിയിരുന്ന പല അവസരങ്ങളും നഷ്ടപ്പെട്ടു പോയ ഒരവസ്ഥയിലൂടെ കടന്നുപോയ നമ്മുടെ പ്രിയങ്കരനായ സഞ്ജു സാംസൺ. ഇന്ന് 2026 മാർച്ചിൽ ഇന്ത്യ വേൾഡ് കപ്പ് നേടിയപ്പോൾ ഇന്ത്യൻ ടീമിന്റെ അവിഭാജ്യ ഘടകമായി കോടിക്കണക്കിന് ആരാധകർ വിളിക്കുന്ന ഒരേയൊരു പേര് സഞ്ജു സ്പെഷ്യൽ സാംസൺ എന്ന നമ്മുടെ പ്രിയപ്പെട്ട സഞ്ജു സാംസൺ. സഞ്ജുവിന്റെ ജേണി നിങ്ങൾ കൃത്യമായിട്ട് നിരീക്ഷിച്ചാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. ഹി ഡോണ്ട് വാണ്ട് ടു ഗിവ് അപ്പ്. പക്ഷെ ഈ ഗിവ് അപ്പ് ചെയ്യാതെ സഞ്ജുവിനെ പിടിച്ചു നിർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് സഞ്ജുവിന്റെ ഒരു പർപ്പസ് ആണ് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ബിസിനസ്സുകാർക്ക് ഇതിന്ന് വലിയൊരു പോയിന്റ് എടുക്കാനുണ്ട്. പല ബിസിനസ് ഓണേഴ്സിനും പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യാൻ അതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ അവർ പലപ്പോഴും പല കാരണങ്ങൾ പറയും, ചെയ്യാതിരിക്കാനുള്ള പല കാരണങ്ങൾ. അതൊരു പക്ഷേ ക്യാമറ ഫിയർ ആയിരിക്കാം, എനിക്ക് സമയമില്ല, ഞാൻ തിരക്കിലാണ് എന്നായിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ എങ്ങനെ ജഡ്ജ് ചെയ്യുന്നുള്ളതായിരിക്കും. അങ്ങനെ ഒരുപാട് 100,000 എക്സ്ക്യൂസുകൾ അവർക്ക് എപ്പോഴും പറയാനുണ്ട്. ഇവിടെയാണ് ഞാൻ സഞ്ജു സാംസന്റെ കഥ നിങ്ങളായിട്ട് പങ്കുവച്ചത്. എന്താണ് പർപ്പസ്? ഒരു ബിസിനസ് ഓണർക്ക് അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യുമ്പോൾ പർപ്പസിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? കോടിക്കണക്കിന് ജനങ്ങളെ റെപ്രസെന്റ് ചെയ്ത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ കളിച്ച് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ വിജയിപ്പിക്കുന്ന ഒരു കളിക്കാരനായിട്ട് മാറണം എന്നുള്ളൊരു പർപ്പസ്, അതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ ഒബ്സ്റ്റക്കിൾസിലും ചലഞ്ചസിലൊക്കെ നേരിടുന്ന സമയത്തും അതിനുവേണ്ടി പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന സഞ്ജു സാംസന്റെ വിജയം. ഇവിടെ എനിക്ക് ബിസിനസ്സുകാരോട് പറയാനുള്ളത്, ഓരോ ബിസിനസ്സുകാരനും അവൻ്റെ പർപ്പസ് ഡിഫൈൻ ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നത്? അതിൻ്റെ കൃത്യമായ ഒരു പർപ്പസ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ആ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു എഫേർട്ട് ഇടാൻ നിങ്ങൾ തയ്യാറാവും. എങ്കിലും മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ പറ്റുന്നത്. രണ്ടാമത്തത് ട്രസ്റ്റ് ബിൽഡിംഗ് ആണ്. വിശ്വാസം നേടിയെടുക്കാൻ ഏറ്റവും വലിയൊരു സ്ട്രാറ്റജിയാണ് പേഴ്സണൽ ബ്രാൻഡിംഗ് എന്നുള്ളത്. നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിത്യേന കണ്ടിന്യൂ ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങളുടെ ഓഡിയൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്റ്റോറിയും നിങ്ങളുടെ എക്സ്പെർട്ടൈസും നിങ്ങളുടെ ഇൻസൈറ്റും പങ്കുവെക്കുമ്പോൾ അവിടെ ട്രസ്റ്റ് ബിൽഡായി വരും. ഈ ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പർപ്പസിനനുസരിച്ചിട്ട് അത് ഇൻവെസ്റ്റേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ആയിക്കോട്ടെ, കൊളാബറേഷൻസ് ആയിക്കോട്ടെ, റൈറ്റ് ടാലൻ്റ് ആയിക്കോട്ടെ, ഇതൊക്കെ നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെയുള്ളത് ഓപ്പർച്യൂണിറ്റീസിനെ അട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഓപ്പർച്യൂണിറ്റീസിനെ ചേസ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ പർപ്പസ് ഡ്രിവൺ ആയിട്ട് നിങ്ങൾ ബ്രാൻഡ് ബിൽഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അവസരങ്ങളെ അട്രാക്ട് ചെയ്യിക്കാൻ പറ്റും. നാലാമത്തത് ബിക്കം നോൺ ഫോർ സംതിങ് ആണ്. നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ നിങ്ങളുടെ നിഷിൽ നിങ്ങൾ എക്സ്പേർട്ടായിട്ട് കൃത്യമായിട്ട് പൊസിഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സ്പെർട്ടിനനുസരിച്ച് നിങ്ങൾ അറിയപ്പെടും. ഈ അറിയപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങളുടെ ഒരു പർപ്പസ് അവിടെ മീറ്റ് ചെയ്യുന്നുള്ളൂ. അല്ലാതെ വൺ എമംഗ് ദ മെനി ആയിട്ട് ജാക്ക് ഇൻ ഓൾ ആയിട്ട് നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ പർപ്പസ് മനസ്സിലാക്കുക, ബ്രാൻഡ് ബിൽഡ് ചെയ്യുക, യു വിൽ ബിക്കം പോപ്പുലർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സഞ്ജു സാംസന്റെ ലിസൺ പോലെ തന്നെ ഒരുപാട് ഒബ്സ്റ്റക്കിൾസും ചലഞ്ചസും ഒരുപാട് സിറ്റുവേഷൻസ് ഒക്കെ കടന്നു പോകുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ഒരു പർപ്പസിന്റെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഇതിനൊക്കെ ഓവർകം ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസും കറേജും തരും. ഫൈൻഡ് യുവർ പർപ്പസ്. അതൊരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ പർപ്പസ് ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിൽ ഒരു ഒബ്സ്റ്റക്കിൾസ് ഉണ്ടാവില്ല, ഒരു തടസ്സങ്ങളുണ്ടാവില്ല, നിങ്ങളെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല. നിങ്ങൾ ഒരു ദിവസം നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരും തീർച്ച. When your purpose become clear, your voice become powerful.